ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. രണ്ടുപേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരാൾ ഫരിസേയൻ, മറ്റേയാൾ ചുങ്കക്കാരൻ. ഫരിസേയൻ ദൈവസന്നിധിയിൽ വന്ന് എണ്ണമിട്ട് പറയുന്നത് അവൻ ചെയ്ത പുണ്യപ്രവൃത്തികളാ. ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് താൻ എന്ന് ദൈവത്തോട് അവൻ തന്നെ പറയുകയാണ്. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ നിന്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, നീ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. ഫരിസേയന്റെ പ്രാർത്ഥന അപ്രകാരമായിരുന്നു. എന്നാൽ ഈ ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാനൊരു പാപിയാണ്, പാപിയായ എന്നോട് നീ കരുണ കാണിക്കണമേ എന്നാണ്. ദൈവം കേട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോടും പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ ജീവിതത്തിലെ നന്മകളും നീ വലിയവനാണ് എന്നും ദൈവസന്നിധിയിൽ വന്ന് പറയുന്നതല്ല പ്രാർത്ഥന. മറിച്ച് നിന്റെ ജീവിതത്തിലെ കുറവുകൾ നീ മനസ്സിലാക്കണം. നമ്മളൊക്കെ മനുഷ്യരാണ്. ഇഷ്ടംപോലെ കുറവുകളും ഇഷ്ടംപോലെ പോരായ്മകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കുറവ് മനസ്സിലാക്കി ഈ കുറവ് ദൈവസന്നിധിയിൽ ഏറ്റുപറയാനായിട്ട് നാം തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ്. നമുക്കൊക്കെ കുറവുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ വലിയവരാ അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ഒരു കുറവ് മറ്റൊരുവൻ ചൂണ്ടിക്കാണിച്ചാൽ പോലും നമ്മൾ എന്താ ചെയ്യുന്നത്? അവനെ നമ്മൾ മാറ്റി നിർത്തും. നമ്മുടെ മുൻപില് പിന്നെ അവൻ വലിയൊരു ശത്രുവാ. എങ്ങനെയെങ്കിലും അവന്റെ നാശം കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. കാരണം എന്റെ കുറവ് എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. വലിയൊരു പരാജയം ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. കാരണം കുറവ് അംഗീകരിച്ചാൽ മാത്രമേ എനിക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും എന്റെ ജീവിതത്തില് കുറവുണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വരുമ്പോൾ എനിക്കൊരിക്കലും അത് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതം എന്നും തിന്മയ്ക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ. നമ്മുടെ ജീവിതത്തിൽ ഈ ചുങ്കക്കാരന്റെ ഈ മനോഭാവം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. മനുഷ്യരാണ്, ബലഹീനരാണ്, കുറവുകളുണ്ട് എന്ന് ദൈവത്തിനറിയാം, നമുക്കും അറിയാം. ഈ കുറവുകള് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പൂർണ്ണ മനസ്താപത്തോടുകൂടി എനിക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കും, എന്നെ ദൈവം സ്വീകരിക്കും. എന്റെ കുറവ് പരിഹരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം എനിക്ക് കുറവുണ്ട് എന്ന് ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ ആ കുറവ് പരിഹരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാനായിട്ട്, കുറവ് മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.